ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 നാം വായിക്കുന്നു. പുത്രനാം യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ ക്രൂശിൽ യാഗമാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം. പിതാവിൻ്റെ ഹിതം അപ്പാടെ യേശു ക്രിസ്തു ക്രൂശിൽ നിറവേറ്റി നാം രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ പ്രകടമാക്കപ്പെട്ടു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് യേശു തൻ്റെ അനുയായികളോട് പറയുന്നു. യേശു ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു. ക്രിസ്തുവിലുള്ള വ്യക്തികളിൽ നിന്നും ആരംഭിക്കുന്ന ഈ പരസ്പര സ്നേഹം തുടർന്ന് ലോകത്തിലുള്ളവരേക്ക് പകരപ്പെടുവാനും അവർ ക്രിസ്തുവിനെ അറിയുവാനും ഇടയാകട്ടെ. ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ സ്വഭാവമാണ് ദൈവസ്നേഹവും പരസ്പര സ്നേഹവും. ഇത്തരത്തിലുള്ള സ്നേഹം ത്യാഗപരമാണ്. അതുകൊണ്ട് യേശു പറയുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കയാൽ അനുസരണങ്ങളാൽ രൂപപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള സ്നേഹം. ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള ദൗത്യമാണ് പരസ്പര സ്നേഹം. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന് പ്രസാദകരമായ പ്രവൃത്തിയാണിത്. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ തരത്തിൽ ദാസന്മാരായിട്ടല്ല സ്നേഹിതന്മാരായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സ്നേഹിക്കുവാൻ തീരെ അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്നതിന് അഗാപ്പെ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതിശ്രേഷ്ഠ കൃപാവരമായി അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. തമ്മിൽ നാം സ്നേഹിക്കണമെന്നുള്ള യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയെ പിന്തുടരുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് us all.